ഹായ് എവ്രി വൺ, ദിസ് ഇസ് യുവർ മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ചാണ്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മളുടെ വീടുകളിൽ തെളിയിക്കുന്ന ഒരു ദീപം. ഈ ദീപത്തിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള, ഏറ്റവും ഡിവൈൻ എനർജി ഉള്ള, ഏറ്റവും നല്ല അതായത് പ്രപഞ്ചം മുഴുവൻ ഏറ്റവും നല്ല എനർജി ഉള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ സമയത്ത് എഴുന്നേറ്റ് നമ്മൾ കുറച്ച് സമയം നമ്മൾ പ്രപഞ്ചമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് നല്ല രീതിയിൽ ചെലവഴിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡേ ബൈ ഡേ ഒരു 21 ഡേയ്സ്, ഒരു 48 ഡേയ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി, എന്തൊക്കെയോ ചേഞ്ചസ്, നമ്മൾക്ക് ചുറ്റും എന്തൊക്കെയോ മാറ്റങ്ങൾ നമ്മൾ ഫീൽ ചെയ്യുന്നതായിട്ട് കാണും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൂര്യോദയത്തിന് 48 മിനിറ്റ് മുൻപാണ് ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു 3:30 മുതൽ 5 മണി വരെയോ, അല്ലെങ്കിൽ സൂര്യൻ നേരം വൈകി ഉദിക്കുന്ന സമയങ്ങളിൽ 4:30 മുതൽ 5:20 വരെയുള്ള സമയത്തിനാണ്, ആ പീരീഡിനെയാണ് പറയുക ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ശുദ്ധിയോട് കൂടിയിട്ട് ഒരു നിലവിളക്കോ അല്ലെങ്കിൽ 5 ചിരാതോ ഒരു തട്ടിൽ വെച്ചിട്ട് നിങ്ങൾ തിരി കത്തിക്കാം. നിലവിളക്ക് ആണെങ്കിലും ചിരാതാണെങ്കിലും നല്ല വൃത്തിയോടുകൂടി ക്ലീൻ ആയിട്ടുള്ള ചിരാതും അല്ലെങ്കിൽ നിലവിളക്കോ എടുക്കാം. ഇത് നിങ്ങളുടെ പൂജാമുറിയിലോ കിച്ചണിലോ അല്ലെങ്കിൽ ഉമ്മറത്തോ ഹാളിലോ നമുക്ക് ഈ ദീപം തെളിയിക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ശുദ്ധിയായിരിക്കണം. അതായത് സ്ത്രീകളുടെ കേസ് പറയുകയാണെങ്കിൽ, നമ്മൾ ആർത്തവത്തിൽ ഇരിക്കുന്ന 7 ദിവസം, ആ ദിവസങ്ങളിൽ നമ്മൾ ഈ ദീപം തെളിയിക്കാൻ പാടുള്ളതല്ല. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ ദീപം തെളിയിക്കാവുന്നതാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും യൂണിവേഴ്സ് നമുക്കത് നടത്തിത്തരും എന്നാണ് ഒരു വിശ്വാസം. ഒരു തരത്തിലുള്ള ലാഭേച്ഛ കൂടാതെ നിങ്ങൾ ഒരു ദീപം തെളിയിക്കുക. ഈ സമയത്ത് നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങൾ ചൊല്ലുക. ഒന്നും വേണ്ട, ഒരുപാട് മന്ത്രങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഗായത്രി മന്ത്രം, ഓം നമ ശിവായ, ഓം നമോ നാരായണായ, അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രങ്ങളും ചൊല്ലുക. അതോടൊപ്പം 10 മിനിറ്റ് നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളും നിങ്ങളുടെ യൂണിവേഴ്സും തമ്മിൽ ഒരു സൈലൻറ്റ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്താം. മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞ പലർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നും. അപ്പോൾ 10 മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ ശ്വാസോച്ഛ്വാസത്തിനെ മാത്രം നോക്കി, അതിന് മാത്രം ശ്രദ്ധിച്ച് നിങ്ങളും നിങ്ങളുടെ യൂണിവേഴ്സും തമ്മിൽ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവാം. ഈ സമയം, ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിനൊരു ഡിസിപ്ലിൻ വരും. ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, കുട്ടികളൊക്കെ ആയി വീടും ജോലിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ തന്നെ എവിടെയൊക്കെയോ ഒരുപാട് ബിസി ആയിപ്പോയി. എനിക്ക് തന്നെ ഒരു നല്ല സമയം കിട്ടാതെ വന്ന ഒരു സാഹചര്യം, നല്ല ഉറക്കം കിട്ടാതിരിക്കുക, നല്ല ചിന്തകളില്ലാതിരിക്കുക, നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റാതിരിക്കുക, ഒട്ടും പ്രൊഡക്റ്റീവ് ആവാതിരിക്കുന്ന ഈ സമയത്താണ് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ചും അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഞാൻ യൂട്യൂബ് വഴി അറിഞ്ഞത്. അപ്പം മുന്നും പഠിക്കുന്ന കാലത്തൊക്കെ ഈ സമയങ്ങളിലൊക്കെ എഴുന്നേൽക്കുമായിരുന്നു. അച്ഛൻ എഴുന്നേൽക്കുന്നതിൻ്റെ ഒപ്പം അച്ഛനെ എഴുന്നേൽപ്പിക്കുമായിരുന്നു പഠിക്കാനൊക്കെ. അച്ഛൻ പറയായിരുന്നു, ഈ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല തെളിവോടുകൂടി നിനക്കത് ഓർമ്മയിൽ നിൽക്കും, അതുകൊണ്ട് നേരത്തെ കിടന്നോ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിന്നെ വിളിക്കാമെന്ന്. അച്ഛൻ എപ്പോഴും 4:30ക്കും 5 മണിക്കുള്ളിൽ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്നൊന്നും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇത് മനസ്സിലായപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ലൈഫിൽ ഡിസിപ്ലിൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ലൈഫിൽ ഒരു ലാഭേച്ഛ കൂടാതെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല സമയങ്ങളും നല്ല ചിന്തകളും വരും. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഒരുപാട് മന്ത്രം ചൊല്ലാൻ എനിക്കറിയില്ല. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മന്ത്രങ്ങളും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് നമ്മൾ ഒരു ഉപാസനയോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ തപസ്സോടുകൂടി നമുക്ക് കിട്ടേണ്ട മന്ത്രങ്ങളൊക്കെ സിമ്പിളായിട്ട് എത്തുമ്പോൾ ചൊല്ലിയാൽ മതി, നിങ്ങൾക്കത് നേടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നത് കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ അങ്ങനെയുള്ള ഒരു മന്ത്രങ്ങളും നിങ്ങൾ ചൊല്ലാതിരിക്കുക. നിങ്ങൾക്കൊരു ഗുരു ഉപദേശിച്ച് തരാനുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അല്ലാത്ത പക്ഷം ഉഗ്രമൂർത്തികളുടെയോ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള
പെട്ടെന്ന് കാര്യം നടക്കാൻ ഇൻസ്റ്റൻറ്റ് സൊല്യൂഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നമ്മളുടെ കാര്യം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ ദൈവത്തിനെയോ അല്ലെങ്കിൽ ആ ദേവീനെയോ ഭഗവാനെയൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് തിരിച്ചടികൾ വരുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന അമ്പലത്തിലെ പൂജാരികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുമുഖത്ത് നിന്ന് ലഭിക്കുന്ന മന്ത്രങ്ങൾ വളരെ ഓടുകൂടി ചെയ്യാം. ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ നമ്മൾ ഈ സമയത്ത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനും യോഗ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ജേണലിങ് ചെയ്യാനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാത്ത ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് തിരിവെച്ച് വീണ്ടും പോയി കിടന്നുറങ്ങരുത്. അത് ഏറ്റവും മോശം സംഭവമാണ്. ഒരിക്കലും നിങ്ങൾ തിരിവെച്ച് നാമം ചൊല്ലിയതിന് ശേഷം വീണ്ടും പോയി കിടന്നുറങ്ങാതിരിക്കുക. അത് വീണ്ടും ആപത്തുകളെ വിളിച്ച് ക്ഷണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് അധികം ആരോടും സംസാരിക്കാതെ, അധികം മറ്റുള്ളവരുമായിട്ട് ഗോസിപ്പുകൾ പറയാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഈശ്വര ചൈതന്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ ചിന്ത ഉണ്ടാവണം. ഭഗവാനോട് നമ്മൾ എനിക്കത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, എൻ്റെ ലൈഫ് എന്തേ ശരിയാവാത്ത എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ സമർപ്പിച്ച് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുക, നാമം ചൊല്ലുക. ജപത്തിൻ്റെ കുറവാണ് നമ്മളുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ ഈ ബ്രഹ്മം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് 3:30-ക്കോ 4 മണിക്കോ ഒക്കെ എഴുന്നേക്കാൻ പറ്റിയെന്ന് വരില്ല. പതുക്കെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്തിനെ ക്രമീകരിച്ച് ഇപ്പോൾ 5 മണിക്ക്, ഒരു 6 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ആദ്യം 5:30-ക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ 5 മണിക്ക് ആക്കുക. അതും ഒരു 10-15 ദിവസം 20 ദിവസം ആയിക്കഴിയുമ്പോൾ പതുക്കെ നിങ്ങൾ 4:30 സമയത്തേക്കൊക്കെ മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഒറ്റയടിക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മൊത്തം നമ്മുടെ ബോഡിയുടെ സൈക്കിളിനെ മാറ്റുകയാണ്. അപ്പോൾ അത് നമ്മളുടെ ബോഡീനെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറും. അപ്പോൾ നമ്മളുടെ ബോഡി പോലും അറിയാതെ ചെറിയ രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, സ്മോൾ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിലേക്ക് വരാനും അതിനനുസരിച്ച് നിങ്ങൾ ഒരിക്കലും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് വെച്ചതിന് ശേഷം വെറുതെ നല്ല സമയങ്ങൾ കളയാതെ അതിൻ്റെ പൂർണ്ണ ബെനഫിറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കുക. ഒരിക്കൽ ഇത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട, പിന്നെ ഇത് നമ്മുടെ ലൈഫിൽ നിന്ന് പോവില്ല. കാരണം നമ്മൾ അതിനെ എൻജോയ് ചെയ്ത് തുടങ്ങും. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെ എൻജോയ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോണ്ടല്ലോ, അത് നമ്മുടെ ലൈഫിൽ നിന്ന് പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുള്ള പോലെ തന്നെ നമുക്ക് അതിനെ സൂക്ഷിച്ചു വയ്ക്കാനും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ ജെയിംസ് ക്ലിയർ, അതിൻ്റെ ഓഥറായിട്ടുള്ള ജെയിംസ് ക്ലിയർ പറയുന്ന പോലെ നമ്മുടെ ലൈഫിൽ 1% ചേഞ്ച് നമ്മൾ ഡെയിലി കൊണ്ടുവരികയാണെങ്കിൽ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു 36% നമ്മൾ മാറുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകണോ അതോ പിന്നോട്ട് പോകണോ എന്നുള്ളത് അത് നമ്മളുടെ മാത്രം ചോയ്സാണ്. നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങളുടെ മാത്രം ഡെസിഷനാണ്. മറ്റുള്ളവർ വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക എന്നുള്ളത് ഒരിക്കലും പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.